വടിയെന്ന് തോന്നണേ. ഞാൻ പറഞ്ഞു പഠിപ്പിച്ചല്ലോ, ഓർമ്മയുണ്ടല്ലോ? പഠിച്ചത് ഓർമ്മയുണ്ട്. ഞാൻ എന്നെ 10ാം ക്ലാസ് പാസ്സായ. ഇങ്ങോട്ട് വാടാ. അമ്മ ഇതൊരു പച്ചില പാമ്പ്. പാമ്പല്ല, അത് ചേമ്പാ. ഞാൻ സമയം കുളിച്ചോളാം. ആ കുളിയല്ല, പ്രേതം. പ്രേതം എവിടെ? അവിടെ. ശബ്ദിക്കരുത്, ശബ്ദിക്കരുത്. വർഷങ്ങളായി ഞങ്ങൾ സ്വൈരവിഹാരം നടത്തുന്ന പ്രേതാലയമാണിത്. ഞങ്ങളുടെ ഭാർഗവി നിലയം. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഐ വാണ്ട് ബ്ലഡ്. ഈ സാധനത്തിന്റെ രക്തം കുടിക്കേണ്ട സമയമായി. ഞാൻ ഈ വേലക്കാരിയുടെ രക്തം മൂറ്റി കൊടുക്കട്ടെ ഡ്രാക്കുള? വേണ്ട ഊളേട്ട, നമ്മൾ തറവാട്ടിപ്പുറത്തെ പ്രേതങ്ങളാ. വെറും ഒരു വേലക്കാരിയുടെ രക്തം കുടിപ്പിച്ച് നമ്മുടെ കുഞ്ഞിനൊരു സർവന്റ് ആക്കി മാറ്റരുത്. നമുക്ക് മുതലാളിച്ചിന്റെ രക്തം കുടിക്കാം. 1500 വർഷം പഴക്കമുള്ള ഡ്രാക്കുളയാണ് പറയുന്നത്. നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടോളണം. രക്തദാഹികളായ പ്രേതാത്മാക്കളുടെ കൽപ്പന ലംഘിച്ചാൽ എങ്കിൽ തൽക്കാലം ഞങ്ങൾ ഉപദ്രവിക്കാതെ പോകുന്നു. നാളെ നിങ്ങൾ പോയില്ലെങ്കിൽ നാളെ ഞങ്ങൾ സ്ട്രോയുമായി വന്ന് നിങ്ങളുടെ തലയിൽ ഓട്ടിയിട്ട് ഞങ്ങൾ ബ്രെയിൻ ജ്യൂസ് കുടിക്കും. നിങ്ങൾ പോണോ അല്ല ഞങ്ങൾ പോണോ? നമുക്ക് തിരിച്ച് പാലയിലേക്ക് പോകാം. ഞാൻ മൂവാറ്റ് വഴിക്കുള്ളൂ. 7 പാലയിലേക്ക് പോകാം. നിന്നെ ഞാൻ എടുത്തോളാം. വേണ്ട, നീ ആ കുഞ്ഞിനെടുത്താ മതി. എല്ലാം പേടിച്ചു തൂറി. ഞാനിതുപോലെ ആരും പേടിപ്പിച്ചിട്ടില്ല. ഇനിയിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല, അത്ര പേടിപ്പിച്ചു. എന്തായാലും മനുഷ്യജന്മം കൊണ്ട് നടക്കാത്ത ഈ കാര്യം പിശാചിന്റെ വേഷം കൊണ്ട് നടന്നു. നിനക്കതിന് സാധിച്ചു. ഈ ബംഗ്ലാവിൽ ഞാൻ ഇതിനു മുമ്പ് യക്ഷയെ കണ്ടിട്ടില്ല. നമ്മള് പ്രേതങ്ങളായി ചെന്നപ്പോ എണചേരാൻ വന്നതായിരിക്കോ? ഓടവിടുന്ന്. അയ്യോ, നീ കണ്ടത് കണ്ടു. ഞങ്ങൾ ഇതിനെ വിളിച്ച് കാണിക്കണേ. മതി, ഇനി പേടിപ്പിച്ചവര് ചത്തുപോകും. മുഖം മുഴുവൻ കള്ള ലക്ഷണം. എന്നിട്ട് വേഷം കണ്ടില്ലേ? വിവേകാനന്ദൻ. വിവേകാനന്ദൻ അവന്റെ ഒരു നിപ്പും നോട്ടും. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. സാറേ, സമയം കഴിയാതെ അവൻ ഇറങ്ങി വരില്ല. ഓഹോ, അങ്ങനെയാണ്. എങ്കിൽ ഇറക്കാൻ പറ്റുമോ? ഞാനും നോക്കട്ടെ. എടോ, ഞാൻ അങ്ങോട്ട് വരണോ അതോ താൻ ഇങ്ങോട്ട് വരുമോ? കണ്ടില്ലേ? കേട്ട ഭാവല്ല. ശരിക്കും സാറിനെ ഇൻസൾട്ട് ചെയ്യാ. ആണോ? എങ്കിലും അവനെ ഇറക്കിവിട്ടതിന്റെ കാര്യം. ഇതൊരു മത്സരമാണ്. എനിക്കും ഇതൊരു മത്സരമാണ്. പോലീസിനെ മെനക്കെടുത്തി അവൻ അടങ്ങും. ചവിട്ടി അവന്റെ നട്ടല്ലൊടിച്ച കൊണ്ടത്. ഏത് ഭാഗത്താണ് അതിന്റെ നട്ടല്? അയ്യോ വേണ്ട സാർ, ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്റെ ആരാധകർ, ഞാനൊരു വിവേകാനന്ദനാണ്. സാർ, ഈ മത്സരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് തോക്കുന്നത്.
ഒരിക്കൽ വാൺ ചെയ്ത് വിട്ടതാണ്, പക്ഷെ വീണ്ടും നീ അത് ആവർത്തിച്ചു. സാർ സത്യമായിട്ട് ഞാൻ ഈ കുട്ടിയുടെ ബംഗ്ലാവിന്റെ ചില്ലുടച്ചിട്ടില്ല. വിവേകാനന്ദ സ്വാമി ക്ഷമിക്കണേ. കാഷായ വേഷം ധരിച്ച് കള്ളം പറയുന്നോടാ റാസ്കൽ. എക്സ്ക്യൂസ് മീ സാർ, ഇതൊന്ന് വാങ്ങിച്ചേ. എന്റെ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ പരസ്യമായി കൈക്കൂലി തന്ന് എന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു സഹോദരാ. അമ്മോ, ഇത് കൈക്കൂലിയല്ല, ആ. സാറിനുള്ള സമ്മാനമാണ്. സമ്മാനമോ? ആ, ഈ നിൽക്കുന്ന ഞങ്ങളുടെ നിശ്ചലനായ മനുഷ്യപ്രതിമയെ ചലിപ്പിച്ചതിനുള്ള ഈനാം. ആഹാ, ഇത് കൊള്ളാമല്ലോ, നല്ല സുഖമുള്ള പരിപാടിയാണല്ലോ. എന്റെ 2 മാസത്തെ ശമ്പളം അത്. ഓഹോ, എന്തൊക്കെയാണ് നിങ്ങളുടെ മറ്റ് അട്രാക്ഷൻസ്? ഈ പ്രതിമയെ തള്ളിക്കരയിച്ചാൽ ഇനി സമ്മാനം കിട്ടും. അയ്യോ, ഇതെന്താണെന്നറിയാം? പേപ്പർ. ഡിപ്പാർട്ട്മെന്റിന് ഈ കുട്ടി രേഖാമൂലം എഴുതി തന്ന പെറ്റീഷൻ. ഈ കുടക് ദേശത്തെ ശത്രുവായി ഈ കുട്ടിക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അതാണ് നീ. മാനസികമായും ശാരീരികമായും ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഏക ഉത്തരവാദി നീയാണ്. പെറ്റീഷൻ ഞാൻ ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞു. ഇനി ചില്ലൊടച്ചതിന്റെ നഷ്ടപരിഹാരമായി ഈ കുട്ടി ആവശ്യപ്പെടുന്ന തുക 23.25 മണിക്കൂറിനകത്ത് നീ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീ പോലീസിൽ ചേരാൻ തയ്യാറായിക്കോളൂ. സാർ, ഞാൻ ദിസ് ഈസ് മൈ ലാസ്റ്റസ്റ്റ് വാർണിംഗ്. കം ഓൺ. ഇവിടെ ഇരിക്കണ്ട, അകത്ത് ബാത്റൂം ഉണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി എന്ത് ബാത്റൂം? അവളെ ഒതുക്കാനും ഓടിക്കാനും അവൻ തന്നെ വേണം, സിദ്ധാർത്ഥൻ. അവൻ പിന്മാറിയ സ്ഥിതിക്ക് നമ്മൾ കളിക്കണം. ഉറങ്ങിക്കിടക്കുന്ന അവന്റെ സിംഹത്തെ കുത്തി ഉണർത്തണം, അതും അവളിലൂടെ. ഒരു സംഘർഷാവസ്ഥ ഇവിടെ ആവശ്യമാണ്. ഭിന്നിപ്പിച്ച് കാര്യം നേടുന്ന വെള്ളക്കാരന്റെ തന്ത്രം. വിഷത്തിന് ഔഷധം. ഒരു ഡബിൾ പ്ലേയിലൂടെ എല്ലാം ശുഭമാകും. സമ്മതിച്ചിരിക്കുന്നു. മഹാഭാരതത്തിലെ ആരെങ്കിലും ആവട്ടെ, പറ. ധൃതരാഷ്ട്ര പോലും അങ്ങയുടെ കൂർമ്മ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകും. അന്തന്റെ ആയുധം ശക്തിയല്ല, ബുദ്ധിയാണ്. എന്റെ ബുദ്ധിയും നിന്റെ ശക്തിയും കൂടി ചേർന്നാൽ ഈ കോട്ട നമുക്ക് പിടിച്ചെടുക്കാം. പതിവ് പോലെ ചില്ലുകൾ ഉടയട്ടെ. ഇക്കുറി സൂക്ഷിക്കണം. എസ് ഐ തിമ്മയ്യ സമർത്ഥനാണ്. കല്ലിൽ വിരലടയാളം പതിയാതെ നോക്കണം. ഇതാ ടവൽ. കല്ല് ടവലിൽ പൊതിഞ്ഞു വേണം എറിയാൻ. പിന്നം ഉഴക്കല്, അല്ല ഉന്നം പിഴക്കല്. അവിടത്തെ ബുദ്ധിയുടെ അപാരതയ്ക്ക് മുന്നിൽ ഈ ശിഷ്യന് ഒരിക്കലും ഉന്നം പിഴക്കില്ല. അയ്യേ, ഓ, അനുഗ്രഹം വാങ്ങാനായിരുന്നു അല്ലേ? പോയി ചില്ലുകൾ ഉടച്ച് ജയിച്ചു വരൂ. ഈ ബംഗ്ലാവിൽ നിന്നും 24 മണിക്കൂറിനകം ഞാൻ അവളെ തുരത്തും. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, എന്നെ കാത്തുകൊള്ളണേ. Cheers. അമ്മയാണ് മോളെ. എന്നെ വിളിച്ചു, ഞാൻ നിന്നെ വിളിച്ചു. ചെല്ലടാ, നമുക്ക് രണ്ടു. ആരാ ഫോൺ കണക്ട് ചെയ്ത? ചോദിച്ചത് കേട്ടില്ലേ? ആരാ ഫോൺ കണക്ട് ചെയ്തെന്ന്? അവനല്ലാതെ മറ്റാര്? ആ സിദ്ധാർത്ഥൻ. ഒരാഴ്ചക്കകം കുഞ്ഞിനെ ഇവിടെ നിന്ന് തുരത്തി ഓടിക്കൂന്നല്ലേ അന്നവൻ വിളിച്ചു കൂവിയത്. ഇന്നലെ രാത്രി വീണ്ടും ചില്ലടച്ചു. വാശിയെടുത്ത മഹാപെശകായി സിദ്ധാർത്ഥൻ അല്ലേ? ഈ കൊടകിൽ അവനെ ഒതുക്കാൻ ഒറ്റ ആളേ ഉള്ളൂ, ചെങ്കപ്പ. കണ്ട, പേര് പറഞ്ഞപ്പോഴേ ഞാൻ ഞെട്ടി. നീ ഞെട്ടിയ? മണ്ണിന്റെ മക്കൾ വാദം പറഞ്ഞു നടക്കുന്ന ഒരു കൂലിത്തല്ലുകാരനാ.
പിന്നെ ശത്രു ഇവനായതുകൊണ്ട് ചെങ്കപ്പ വില പേച്ചില്ല. ഇല്ലടാ. This program is sponsored by Teyundi. സൂപ്പർ. ഓ, ആ പണ്ടാറക്കാലൻ എന്റെ വായിലെ തൊലി മുഴുവൻ കളഞ്ഞു. തിരുമീതുകൊണ്ട് ഒഴിഞ്ഞതുകൊണ്ട് എന്റെ മനസ്സിനേറ്റ മുറിവ് മാറില്ല. ആ പണ്ടാറക്കാലിയുടെ ഗുണ്ടായുസം കളിക്ക് ദൈവം ശിക്ഷ നൽകണം. എന്റെ തിരുപ്പതി ഭഗവാനെ പ്രസാദിപ്പിക്കാൻ ആരാ ഒരു മുട്ട തരിക? അയ്യോ. സംസാരിക്കാറാവാത്ത നന്നായി. എന്റെ തിരുപ്പതി ഭഗവാനെ, അവൾക്കൊരു തിരിച്ചടി കിട്ടാൻ ദേ ഞാൻ ഈ ഇളം മുട്ട അവിടത്തേക്ക് നേർച്ചയായിട്ട് നൽകുന്നു. കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കിട്ടി, ശരിക്കും കിട്ടി. നിനക്കും കിട്ടിയാ? ഇതാ കിട്ടില്ലല്ലോ, ഇത് വേറെ കിട്ടില്ല. അയ്യോ, ചൂടുവെള്ളം. അതിരുന്നപ്പോ മനസ്സിലായില്ലേ? അറിഞ്ഞോ ആ പൂജാരി മൂജ തെറ്റിക്കരുതേ. ആ മൂദേവി പൂജ ബോധമില്ലാതെ ആശുപത്രി കിടക്കാം. നേരോ? ആ, നേരിട്ട് ചെന്ന് കണ്ടിട്ട് എന്നെ വരണേ, കൺഫേംഡ്. എന്റെ മുട്ടപ്രിയനായ തിരുപ്പതി ഏഴുമല വെങ്കടേശ, ഈ ഇളം മുട്ട നിനക്ക് അത്രയ്ക്ക് ഇഷ്ടായോ? നാവുകൊണ്ട് നേർന്നുള്ള അപ്പൊ തന്നെ ബലം കിട്ടി. ഇതെന്റെ ഗോഡി സോംപ്ലേറ്റാ, ദൈവത്തിന്റെ മുട്ട. ഓ, എന്തായാലും നമുക്കിത് ആഘോഷിക്കാം. പൂജമോളെ, മോളെ, ആരേത്? എന്തിനാ ഇവരൊക്കെ ഇവിടെ വന്നത്? ഓരോ ശല്യങ്ങൾ കയറി വന്നോളും. നാശം. എന്താ ഇവർക്കൊക്കെ വേണ്ടത്? സ്വസ്ഥായിട്ടൊന്നും ഉറങ്ങാനും വിടില്ല. മോൾ ഉറങ്ങിക്കോ, ആര് ശല്യപ്പെടുത്തില്ല, സുഖമായിട്ട് ഉറങ്ങിക്കോളൂ. ഒരു ഡോസ് കൂടെ കൊടുക്കും. ശരി ഡോക്ടർ. അവൾ അല്പസമയം കൂടെ ഉറങ്ങട്ടെ. വരൂ. വിളവെടുപ്പിന്റെ കാല കൊടകന്റെ സമൃദ്ധി ഒക്കെ നഷ്ടമായെങ്കിലും സമൃദ്ധിയുടെ ആ പഴയ കാലം ഓർക്കുമ്പോ മനസ്സിൽ നിറയുന്നൊരു മുഖമുണ്ട്. അറിയോ, മരിച്ചിട്ടും ഇപ്പോഴും ഈ നെഞ്ചിൻ കൂടിൽ ജീവിക്കുക എന്റെ ചങ്ങാതി. ആ ചങ്ങാതര മോൾക്ക് ഈ കൊടകന്റെ മണ്ണിൽ ഒന്നും സംഭവിക്കില്ല. അതെ, ഒക്കെ വന്നു പെട്ടു. ഇനി അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല.